മലപ്പുറം തിരൂരിൽ വൈറലായ മുഹമ്മദ് സിയാന്റെ കുട്ടി സഖാക്കൾ എന്ന ഇൻസ്റ്റാ അക്കൗണ്ട് മെറ്റ നീക്കം ചെയ്തു. കുട്ടി സഖാക്കൾ എന്നുള്ള വീഡിയോ ചെയ്തതിന് പിന്നാലെയാണ് അക്കൗണ്ട് നീക്കം ചെയ്തത്. വീഡിയോയ്ക്ക് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ കമന്റ് ഇട്ടിരുന്നു. സങ്കടമൊക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെ. ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ ഒന്നും കൂടി എടുക്കും. മുന്നോട്ടന്നെ പുറകോട്ടില്ല. നിലവിൽ ഈ അക്കൗണ്ടിനകത്ത് അത്തരത്തിലേക്ക് വീഡിയോ പ്രയാസം ഉണ്ടാകുന്നില്ല. ഏറ്റവും നല്ല രീതിയിൽ ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരായിട്ടാണ് അവർ മാറിയിട്ടുണ്ടായിരുന്നത്. പരാജിതനായി CPM എന്ന് പറയുന്ന ഇടതുപക്ഷം എന്ന് ഒലിച്ചുപോയി എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് ഈ കുരുന്നോമനകളുടെ മനസ്സിനകത്തെല്ലാം ഇടതുപക്ഷമാണെന്ന് പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിലൂടെയാണ് അക്കൗണ്ട് റീച്ച് ആയി വരുന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം ഇന്നലെ ഏകദേശം എന്ത് ചെയ്യാണ്, ഒരു ഓഫീസ് അവർ ഉണ്ടാക്കുകയാണ്. അത് അവർ തന്നെ അധ്വാനിച്ച്, ചെറിയ കുട്ടികളാണ്, അവർ തന്നെ അധ്വാനിച്ച് ഓഫീസ് ഉണ്ടാക്കുകയും കുട്ടി സഖാക്കൾ എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിനകത്ത് അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ബാലസംഘത്തിൻ്റെ യൂണിറ്റ് ഭാരവാഹികളായി തെരഞ്ഞെടുത്തവരെല്ലാം പരിചയപ്പെടുത്തുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. അങ്ങനെ പ്രചരിപ്പിച്ചിരിക്കുന്ന ആ അക്കൗണ്ടാണ് ഇന്ന് രാവിലെ നോക്കുന്ന സമയത്ത് അതില്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ആശയങ്ങളെ തകർക്കുക, ഇടതുപക്ഷ ആശയങ്ങൾ ഈ നാട്ടിനകത്തെ ജനങ്ങളിലേക്ക് എത്താൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറയുന്ന വിഭാഗത്തായി കേന്ദ്ര സർക്കാരും കേരള സർക്കാർ മാറുന്നു. അതിനൊപ്പം നിൽക്കുന്നവരായി മറ്റുൾപ്പെടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഫൈസൽ, തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ് സിയാൻ പന്തയം വെച്ച് വൈറലാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു വീഡിയോ അത് കേരളം ഒന്നാകെ സ്വീകരിച്ച സംഭവം തന്നെയായിരുന്നു. എന്തായാലും എന്താണ് ഇത്തരത്തിൽ മെറ്റയുടെ ഒരു നീക്കം ഇങ്ങനെ ഉണ്ടാകാൻ? ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ വൈറലായ നിരവധി വീഡിയോകൾ ഇവരുടെ പേജിലൂടെ ഇട്ടിരുന്നു. ഇന്നലെ മറ്റൊരു വീഡിയോ കൂടി, ചെറിയ പാർട്ടി ഓഫീസൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തത്. അത് നിരവധി ആളുകൾ കണ്ടിരുന്നു. അതിനുശേഷമാണ് മെറ്റ ഈ അക്കൗണ്ട് നീക്കം ചെയ്യുന്ന തരത്തിലേക്ക് പോയത്. 24 മണിക്കൂറിനകം 2 മില്യൺ വ്യൂവേഴ്സ് അടക്കം ആ ഒരു വീഡിയോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു അക്കൗണ്ട് നീക്കം ചെയ്തതെന്ന കാര്യത്തിലൊന്നും ഇതുവരെ വ്യക്തത ഇവർക്ക് വന്നിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമെയിലൊക്കെ അയച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ മറുപടി മെറ്റയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കൃത്യമായ മറുപടി കിട്ടി ഈ അക്കൗണ്ട് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവരുള്ളത്.